എൻ.കെ. പ്രേമചന്ദ്രൻ കൊല്ലത്ത് നിന്നുള്ള നമ്മുടെ MP ആണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ എൻ.കെ. പ്രേമചന്ദ്രൻ കെ ഫോണിനെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. ലൈസൻസ് ഉണ്ടോ, ഗുണമേന്മയുണ്ടോ, ചെലവ് എത്രയാണ്, കേന്ദ്രം പഠിച്ചിട്ടാണോ അനുമതി നൽകിയത്, അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ പാർലമെന്റിൽ കേരളത്തിന് വേണ്ടി നമ്മുടെ കൊല്ലം MP ചോദിച്ചു. നമുക്ക് ആ ചോദ്യങ്ങളും അതിനുള്ള കേന്ദ്ര സർക്കാർ നൽകിയ ഉത്തരവും എന്താണെന്ന് വിശദമായി നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: കെ ഫോണിന്, അതായത് കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കിനായി കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ ലൈസൻസ് നൽകിയിട്ടുണ്ടോ? അതായത് കെ ഫോണിന് കേന്ദ്രത്തിന്റെ ലൈസൻസ് ഉണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. എന്താണ് ഉത്തരം? കെ ഫോണിന് നാഷണൽ ലോങ് ഡിസ്റ്റൻസ് സർവീസും ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, ഈ രണ്ട് വിഭാഗത്തിൽ യൂണിഫൈഡ് ലൈസൻസ് അനുവദിച്ചുവെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, എൻ.കെ. പ്രേമചന്ദ്രന്റെ രണ്ടാമത്തെ ചോദ്യം: കെ ഫോണിന്റെ സാമ്പത്തിക ഭദ്രതയും സാങ്കേതികവും വാണിജ്യപരവുമായ സാധ്യതകളും കേന്ദ്ര സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ? ഉത്തരം: ലൈസൻസിനായി അപേക്ഷിക്കുമ്പോൾ നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ ഇക്വിറ്റിയും നെറ്റ്വർത്ത് ആവശ്യകതകളും അപേക്ഷക കമ്പനി പാലിക്കേണ്ടതുണ്ട്. ലൈസൻസിനായി അപേക്ഷിച്ച സമയത്ത് കെ ഫോൺ ഈ നിബന്ധനകളെല്ലാം പാലിച്ചിട്ടുണ്ട് എന്ന് കേന്ദ്രത്തിന്റെ മറുപടി. ഇനി മൂന്നാമത്തെ ചോദ്യം: ഈ പദ്ധതിക്ക്, അതായത് കെ ഫോണിന് കേന്ദ്രം സാമ്പത്തിക സഹായം നൽകുന്നുണ്ടോ? എന്താണ് ഉത്തരം? കെ ഫോൺ കേരള സർക്കാരിന്റെ സ്വതന്ത്ര പദ്ധതിയാണ്. സാമ്പത്തിക ബാധ്യതയും അതിന്റെ നടത്തിപ്പും അത് സംസ്ഥാന സർക്കാരിന്റേത് മാത്രമാണെന്ന് കേന്ദ്രം അറിയിക്കുന്നു. ഇനി അടുത്ത ചോദ്യം: കെ ഫോൺ ജോലികളുടെ ഗുണനിലവാരവും വ്യാപ്തിയും കേന്ദ്ര സർക്കാർ വിലയിരുത്തിയിട്ടുണ്ടോ? ഉത്തരം: കെ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാ ഇന്റർനെറ്റ് സേവനദാതാക്കളുടെയും സാങ്കേതിക പരിശോധനകൾ ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് കൃത്യമായ ഇടവേളകളിൽ നടത്താറുണ്ട്. ഇനി അടുത്ത കാര്യം, ഈ കെ ഫോണുമായി ബന്ധപ്പെട്ട ഇതുവരെ നൽകിയ കണക്ഷനുകളുടെ എണ്ണം എത്രയാണ്? പദ്ധതി വാണിജ്യപരമായി ലാഭകരമാകാൻ ആവശ്യമായ ഏകദേശ കണക്ഷനുകളുടെ എണ്ണം എത്രയാണ്? അതിനുള്ള മറുപടി ഇതാണ്. 2026 ജനുവരി 34, അതായത് കഴിഞ്ഞ മാസം അവസാനം വരെയുള്ള കണക്കനുസരിച്ച് കേരളത്തിൽ കെ ഫോൺ ആകെ 99,970 ഇന്റർനെറ്റ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. അതായത് ഏകദേശം 1 ലക്ഷത്തിനടുത്ത് കണക്ഷനുകൾ കെ ഫോൺ നൽകി കഴിഞ്ഞു. ഇനി അടുത്ത ചോദ്യം: ഭാരത് നെറ്റും കെ ഫോണും ദേശീയ തലത്തിലുള്ള ഭാരത് നെറ്റ് പദ്ധതിയുമായി കെ ഫോൺ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അതിനുള്ള ഉത്തരം ഇതാണ്: ഗ്രാമപഞ്ചായത്തുകളെ ഒപ്റ്റിക്കൽ ഫൈബർ വഴി ബന്ധിപ്പിക്കുന്ന ഭാരത് നെറ്റ് പദ്ധതിയുടെ കേരളത്തിലെ ഇംപ്ലിമെന്റേഷൻ ഏജൻസിയായി കെ ഫോണിനെ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യം കൂടിയുണ്ട്, അതാണ് അവസാനത്തെ ചോദ്യം. ഈ കെ ഫോണിന്റെ പദ്ധതിയുടെ ടെൻഡർ നടപടികളിലോ ചൈനീസ് ഉപകരണങ്ങൾ ഉപയോഗിച്ചതിലോ എന്തെങ്കിലും ക്രമക്കേടുണ്ടോ? സുരക്ഷാ മാനദണ്ഡം ഉപയോഗിച്ച് മാത്രമേ ഉപകരണങ്ങൾ ഉപയോഗിക്കാവൂ എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ മറുപടി നൽകുന്നു. എൻ.കെ. പ്രേമചന്ദ്രൻ MP യുടെ എല്ലാ സംശയങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും കേന്ദ്ര സർക്കാർ കൃത്യമായി മറുപടി നൽകി.